ഹലോ ട്രേഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയുടെ മണ്ടയിലേക്കുള്ള ലെവൽസ് ആണ് നോക്കുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ഡേ ചാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, പിവറ്റും അതുപോലെ തന്നെ EMA ക്രോസും. അപ്പോൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ് ലെവൽ, എങ്ങനെയാണ് അതിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ലെവൽ നിങ്ങൾക്കറിയാം, ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മൺഡേ എങ്ങനെ ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. മാർക്കറ്റിൽ ഫുൾ ഒരു ബീരിഷ് മോഡിലേക്കാണ് വന്നിരിക്കുന്നത്. 25,600 റേഞ്ചിൽ നിന്നും 24,300 ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു 1000 പോയിന്റ്സിന് എബോ ഒക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സ് നടന്നിരിക്കുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ചെറിയ പാനിക്കാണ്, സെൽ സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു മാർക്കറ്റ് വന്ന് ക്ലോസ് ആയിരിക്കുന്ന ഏരിയ 24,300 തൊട്ട് ഒരു 24,200 24,000 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ മൂവ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണത്. ഇവിടുന്ന് ബൗൺസ് ബാക്ക് ഉണ്ടാകാൻ വളരെയേറെ സാധ്യത വളരെ കൂടുതലാണ്. ടോപ്പ് ഏറ്റവും കൂടുതൽ ഹൈയിലേക്ക് പോയിരിക്കുന്ന ഒരു റേഞ്ച് തന്നെയാണ് ഇതുള്ളത്. ഇതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേയിലൊക്കെ ജൂലൈ 24 ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയ ഒരു വലിയൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിലാണ് മാർക്കറ്റ് പോകുന്നത് നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബാഗിൽ ഒരു നല്ല ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ്, പിന്നെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുമ്പോഴത്തെ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ട് ഓരോ ഡെയിലി ഓരോ ലെസണായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്കായിട്ടുള്ള ഡേ ആയിരുന്നു 13 ജൂൺ 25. അവിടെ തന്നെ നമുക്ക് മാർക്കറ്റ് നല്ലൊരു ഹൈപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു ലെവൽസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഓരോ ട്രേഡും ആ ഓരോ താരിഫിനെ കുറിച്ചൊക്കെ ഉള്ള ഇഷ്യൂസ് കാരണം മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യത കുറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഡെയിലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ആൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എൻ്റയർലി ചേഞ്ച് ആണ് ഈ ലാസ്റ്റ് വീക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡേയും നെക്സ്റ്റ് വീക്കിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് 24,360 റേഞ്ചിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഓപ്പണിങ് ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സപ്പോർട്ടീവായിട്ട് പറ്റുന്നത് ഫസ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു 24,200 200 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം റിവേഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റാൻ സാധിക്കുന്ന ഒരു ലെവലാണ്. ഇപ്പോൾ ഈ ഒരു 24,350 ആ റേഞ്ച് തന്നെ ഒരു കുറച്ച് ഡേയ്സിൽ ട്രേഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ പ്രീവിയസ് ഡേയിൽ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു റേഞ്ചിൽ അത് ഒത്തിരി ട്രേഡ് ചെയ്തതിന് ശേഷം അപ്സൈഡിലേക്ക് പോയി ആ ഒരു റേഞ്ചിൽ നിന്ന് 2 വട്ടം 3 വട്ടം ആയാലും ആ ഒരു സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിഗ് ക്യാൻഡിലാണ്. ഒരു ബയേഴ്സിന് നല്ലൊരു സപ്പോർട്ടോട് കൂടിയാണ് മുന്നിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് വന്നപ്പോൾ ഇവിടെ ഒരു ബിഗ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ചിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യാതിരിക്കുന്ന ഈ ഭാഗങ്ങളിലെല്ലാം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത് 200 ഒക്കെ ഒരു മൂവ്മെൻറ്റ്സ് ഡെയിലി നടക്കുന്ന രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ് അവിടെ ഫോം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ നമുക്ക് നെക്സ്റ്റ് മൺഡേ, നാളെ എന്ന് വെച്ചാൽ മൺഡേ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വരും ദിവസങ്ങളിലുണ്ടാകുന്ന ഈ ഒരു ട്രേഡിൻ്റെ ഒരു കൺഫർമേഷനൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു EMA സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ തന്നെങ്കിലും ഡേ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ക്രോസ് ഇവിടെ എത്തിക്കാൻ ശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു മൂവ്മെൻറ്റ്സ് ഈ ഒരു ഓറഞ്ച് കളർ നമ്മുടെ വേവ് കാണുന്നത് ഈ ഒരു ലൈൻ കാണുന്നത് ഇത് റിവേഴ്സ് ആയി മേളിലേക്ക് ഒരു മൂവ്മെൻറ്റ്സ് കാണിച്ച് അവിടെ ഒരു ക്രോസ് പോയിന്റ് ഇതുപോലെ വരുന്നതിന് ശേഷമൊക്കെ നമുക്കൊരു മാർക്കറ്റിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. കാരണം വെച്ചാൽ ഈ ഒരു കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഇതുപോലത്തെ പോയിന്റ്സ് അപ്പോൾ ഇതുപോലെ നോട്ടുകൾ വരുന്ന അനുസരിച്ച് നമുക്കത് കൺഫർമേഷനിലേക്ക് എത്താൻ സാധിക്കും അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് സ്റ്റാർട്ടായോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു ലെവൽസ് ഡിസ്കസ് ചെയ്യാം. 24,480 ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുകയാണെങ്കിൽ 24,585 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ചെല്ലാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടീവായിട്ട് 24,200 റേഞ്ചിലേക്ക് മാർക്കറ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏതാണ് ലെവൽസിനെ കുറിച്ച് നോക്കാം. ഞാനിത് ഡേ ചാർട്ടിൽ ഫുള്ള് കാണിച്ചത് വീക്ക്ലി ഒരു റേഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ടൈം ഫ്രെയിമിൻ്റെ ഒരു നോക്കുവാണെങ്കിൽ ഡേ ചാർട്ട് ഇട്ട് നോക്കുന്നതാണ് ഇച്ചിരി ബെറ്റർ എന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് പ്രീവിയസ് ഹിസ്റ്ററി മാർക്കറ്റിലൊക്കെ നോക്കുവാണെങ്കിലും അതിനൊക്കെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എത്ര ട്രേഡ് ചെയ്തതൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഡേ ചാർട്ടിലേക്ക് നോക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണെന്നുള്ളത് നോക്കാം. സെയിം നിഫ്റ്റി ചാർട്ട് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ EMAയും അതുപോലെ തന്നെ പിവറ്റിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയുള്ളൊരു
സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ പ്രീവിയസ്ലി ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിൽ ഒരുമാതിരി നല്ലൊരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത പ്ലേസുകളാണിത്. അതായത് 54,400 തൊട്ട് 55,000 വരെയുള്ള റേഞ്ചിലേക്ക് 2-3 വട്ടം ഇവിടെ മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഡൗണിലേക്ക് പോയി പിന്നീട് ഒരു ഹൈപ്പോട്ട് കൂടി നല്ലൊരു ഒഴിവാക്കി കെട്ടി മുകളിലേക്ക് വന്നതാണ്. അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോയതാണ്. ആ റേഞ്ചിൽ നിന്ന് പിന്നീടും ആ ഒരു സപ്പോർട്ടീവായിട്ട് അത് റെസിസ്റ്റൻ്റായിട്ട് ഫേസ് ചെയ്ത ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് മാർക്കറ്റ് 55,000 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് 54,900 തൊട്ട് 54,600 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ 55,370 ആ റേഞ്ചിലേക്ക് അപ്പ് സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഡേയ്സുകളൊക്കെ 30 May 25 ഒക്കെ അത് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്തതും റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്ത ലെവൽസാണിത്. അപ്പോൾ സപ്പോർട്ടീവായിട്ട് ഡൗൺ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ 54,600 റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലിയുള്ള മൂവ്മെൻറ്റ്സുകൾ മനസ്സിലാക്കി ഒരു ചെറിയൊരു ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി ഒരു സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. പക്ഷേ എൻ്റെ ഫുൾ വ്യൂ നോക്കുമ്പോഴത്തേക്കിന് ലാസ്റ്റ് 2 ദിവസം മുമ്പേ നടന്നിരിക്കുന്ന ട്രേഡ് ഒരു വലിയൊരു ഡംപ് ആൻഡ് പമ്പ് ഒരു ട്രേഡിംഗ് ഹിൽസിൽ ഡൗൺ ട്രെൻഡിലേക്ക് അതിലും ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് വെബ്സൈറ്റിലേക്ക് മാർക്കറ്റ് പോകാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ എല്ലാ സെൻറ്റിമെൻറ്റൽ വേരിയേഷൻ നോക്കുമ്പോഴത്തേക്കും വേരിയർ സൈഡിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ തന്നെയും വേരിയർ സൈഡിലാണ്. ഡൗ ജോൺസിനൊക്കെ ഒത്തിരി ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു ഔട്ട്സൈഡ് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്വന്തം സ്വഭാവം കാണിക്കാറുമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂവ്മെൻറ്റ്സുകളാണ് നടക്കാറുള്ളത്. ഓക്കെ, എനിവേ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്യൂസിലേക്ക് അതായത് നെക്സ്റ്റ് വീക്കിലുള്ള വ്യൂവിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ഇത് അനലൈസിസ് നിങ്ങൾ സ്വന്തം ചെയ്ത് അഡ്വൈസ് എടുത്തിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചെറിയ ചെറിയ സ്റ്റോക്സിൻ്റെ ഒക്കെ വീഡിയോസ് റിലേറ്റഡ് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.